ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബേക്കറി സ്റ്റൈൽ ടൂട്ടി ഫ്രൂട്ടി കേക്കാണ്. ടൂട്ടി ഫ്രൂട്ടി കേക്കിന് ഒരുപാട് പേര് കുറേ ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കേക്ക് ഓവനും ബീറ്ററും ഇല്ലാതെ ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. വൈകുന്നേരമൊക്കെ ടീ കേക്ക് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള ബേക്കറി സ്റ്റൈൽ ടൂട്ടി ഫ്രൂട്ടി കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. മിൽക്ക് പൗഡർ ഓപ്ഷണലാണ്, എന്നാലും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും, നല്ല പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് കൂടുതൽ സമയം പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിക്കോളും. അത് നമുക്കൊന്ന് ഒരു വിസ്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുറേ കൂടി നല്ല വൈറ്റ് കളറിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അത്രയധികം അങ്ങോട്ട് വൈറ്റ് കളർ ആക്കിയില്ല, എന്നാലും എത്രത്തോളം മിക്സാക്കി നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ്നെസ് നമ്മുടെ കേക്കിന് കിട്ടും. നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കാം. അതൊന്ന് മിക്സ് ആയതിനു ശേഷം അടുത്ത മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. ഇത് നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, വാനില എസൻസ് മാത്രം ചേർത്തിരുന്നാലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അങ്ങ് 1/4 ഭാഗത്തോളം അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന മൈദയിലേക്ക് നമുക്കൊരു 3.5 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പല കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കത് ബാറ്ററിലേക്കിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എല്ലായിടത്തും ഒന്ന് ഈവൻ ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. അടിയിലൊന്ന് സെറ്റിൽ ഡൗൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു 7 ഇഞ്ചും 3.5 ഇഞ്ചും വരുന്ന കേക്ക് ട്രേ ആണ്. നല്ല ഹൈറ്റ് ഉള്ള തരത്തിലുള്ള കേക്കാണ് വേണ്ടതെങ്കിൽ 6 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ എടുത്തിരുന്നാൽ മതിയാകും. ഞാനിപ്പോൾ കുറച്ച് അത്ര ഹൈറ്റ് ഇല്ലാത്ത കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ കേക്ക് ട്രേ എടുത്തത്. അത് ബട്ടർ വെച്ച് തന്നെ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്ക്വയർ ട്രേയോ റൗണ്ടിലുള്ള ട്രേയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നുമില്ലെങ്കിൽ ചോറ്റുപാത്രം ആയാലും മതി കേട്ടോ. ചോറ്റുപാത്രത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ വരേണ്ടത്. എങ്കിൽ മാത്രമേ ആ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ സെറ്റിൽ ഡൗൺ ആയി പോകും. അപ്പോൾ എല്ലായിടത്തും ഈവൻ ആയിട്ട് വരണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി വേണം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഈവൻ ആയിട്ട് വന്നോളൂ. മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചുമ്മാ ഇടുന്നതാണ്. അത് ബേക്കായി വരുമ്പോൾ അടിയിലോട്ട് പോകും, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് 5 മിനിറ്റായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീയുടെ ചൂടിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. പിന്നെ അത് മാത്രമല്ല, ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് 20 മിനിറ്റ് ആയപ്പം കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്ക് എപ്പോഴും മൂടി വെക്കുമ്പം ഒരു ടവലിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ നല്ലത്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, ഇതിപ്പം ഈ ഒരു നീളത്തിലുള്ള കേക്ക് കിട്ടാൻ വേണ്ടി കേട്ടോ ഞാൻ വലിയ ബേക്കിംഗ് ട്രേയിൽ വെച്ചത്. അപ്പോൾ ഇങ്ങനെ വേണ്ട, ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയ കേക്ക് ട്രേ എടുത്തിരുന്നാൽ മതി. അപ്പം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. എല്ലാം നല്ല ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കണ്ട എല്ലായിടത്തും നല്ല ഈവൺ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 300 ഗ്രാമാണ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മൾ കേക്ക് ഉണ്ടാക്കൽ. ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വിസ്ക് ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല സോഫ്റ്റായിട്ട് തന്നെ മുറിഞ്ഞ് വരുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ടൂട്ടി ഫ്രൂട്ടി കേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഒന്നും അധികമൊന്നും ആയിട്ടില്ല, എന്നാൽ പാകത്തിനാണ് ചേർത്തിട്ടുള്ളത്. കേക്കാണേലും അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് കേക്കും അല്ല, കുറച്ച് നല്ല ഉറപ്പുള്ള എന്നാൽ അതേ സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മധുരമാണെങ്കിലും പാകത്തിനാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മൾ ഈ കേക്ക് എന്നല്ല ഏത് കേക്കായാലും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കി വെക്കരുത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിലും ഓപ്പൺ ആക്കി വെക്കരുത്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെക്കണം. പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയറുമായിട്ട് കോണ്ടാക്ട് ആയിട്ട് അത് കേക്ക് അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ അത് ഈ കേക്ക് മാത്രമല്ല ഏത് കേക്കായാലും അങ്ങനെ തന്നെ വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.